First of all, thank you so much for joining this webinar, this special webinar for only for exclusively only for the nurses, because നിങ്ങൾ ഭൂമിയിലെ മാലാഖമാരാണ്, and I welcome each and every one of you to this wonderful webinar. So let's start. നമുക്കറിയാം നിങ്ങൾ എല്ലാവരും ഒരു പ്രൊഫഷൻ ഓൾറെഡി സെലക്ട് ചെയ്തവരാണ്, കറക്റ്റ് അല്ലേ? നമുക്ക് ഇപ്പൊ +2 കഴിഞ്ഞ സ്റ്റുഡൻസ് ആയാലും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസ് ആയാലും ഇപ്പൊ ഇത്രയും ഒരു പ്രൊഫഷണൽ രീതിയിലായിരിക്കില്ല അവരൊന്നും പഠിച്ചിട്ടുണ്ടാവുക. വാട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ നേഴ്സസ് ആണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇപ്പൊ ഫൈനൽ ഇയേഴ്സ് എന്താ പറയാ പാസ് ഔട്ട് ആവാൻ നിൽക്കുന്നവരുണ്ട്, നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവര്, അതേപോലെ തന്നെ അബ്രോഡ് വർക്ക് ചെയ്യുന്നവര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, നാട്ടിൽ വർക്ക് ചെയ്യുന്നവര് ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പൊ നാട്ടിൽ ജോയിൻ ചെയ്യുന്നവരായാലും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും അബ്രോഡ് വർക്ക് ചെയ്യുന്നവരായാലും നിങ്ങൾ ഉദ്ദേശിച്ചൊരു ഡ്രീമിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ഈ ഒരു വെബിനാറിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തതും നിങ്ങൾ ജോയിൻ ചെയ്തതും, കറക്റ്റ് അല്ലേ? സോ നമ്മൾ ഇതില് പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു കരിയർ നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഒരു ഡ്രീമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വാട്ട് നെക്സ്റ്റ്, എന്താണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്? ദ വെരി ഫസ്റ്റ് തിങ് ഇസ് യു ഹാവ് ടു ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. ഓക്കെ, യുവർ ഡിസിഷൻസ് ടുഡേ, നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഡിസിഷൻസ് ആണ് ആക്ച്വലി നിങ്ങളുടെ നാളുകളെ നിങ്ങൾ മേക്ക് ചെയ്യുന്നത് ആക്ച്വലി. സോ ഡിസൈഡ് ഇറ്റ് നൗ. അപ്പൊ അത് പറയുമ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു നേഴ്സ് ആവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നാണ് നിങ്ങൾ ഇന്നിപ്പോ നേഴ്സായിട്ട്, നേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിരിക്കുന്നത്, കറക്റ്റ് അല്ലേ? അപ്പോ ഇനിയിപ്പോ നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ഒരു പാഷൻ ഉള്ളത് അല്ലെങ്കിൽ ഒരു ഡ്രീം ഉള്ളത് അബ്രോഡ് പോയി നിങ്ങൾ ജോലി ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു ഡിസിഷൻ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, നാളെ എന്താവണം എന്നുള്ളത് യു ഹാവ് ടു ഡിസൈഡ് ഇറ്റ് ടുഡേ. അപ്പോ നിങ്ങൾക്കുള്ള ഒരു റൈറ്റ് ഗൈഡൻസ് തരിക എന്നുള്ളതാണ് ആക്ച്വലി ഇൻസ്പയർ അക്കാഡമി ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു വെബിനാറോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു റൈറ്റ് ഗൈഡൻസ് തരിക എന്നുള്ളതാണ്. ആൻഡ് വി ഇൻസ്പയർ അക്കാഡമിയുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ഇൻസ്പയർ യു ടു ആസ്പയർ ദ ബെസ്റ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഏറ്റവും മികച്ചത് ആഗ്രഹിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, നിങ്ങളെ പ്രചോദിപ്പിക്കുന്നു. ഓക്കെ, അപ്പോ ഏറ്റവും നല്ലത് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീമിലെ ഏറ്റവും നല്ലതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇൻസ്പയർ അക്കാഡമി നിങ്ങളെ സഹായിക്കാൻ പോവാണ്. ഹൗ? അതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എസ്പെഷ്യലി നഴ്സസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി അഹെഡ്. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്? അബ്രോഡ് പോവാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എങ്ങനെ പോവാം, എങ്ങോട്ട് പോകണം, എന്തായിരിക്കണം എൻ്റെ ഇനി ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്, എൻ്റെ കരിയർ ഒന്ന് ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട്, ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് കൺട്രിയിലേക്കാണ് എത്തിപ്പെടേണ്ടത് എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ ഒരു സംശയം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങളുടെ ക്വരീസും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വെബിനാറോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 3 കാറ്റഗറിയാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നഴ്സസിന് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തുറന്നു തരുന്ന ഒരു പ്ലാറ്റ്ഫോം എന്താണ്? ഒന്ന് OET ആണ്, ദെൻ ജർമ്മൻ ആൻഡ് IELTS. ഈ 3 ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നെടുത്താൽ നിങ്ങൾക്ക് ഏത് രാജ്യത്തിലേക്കാണോ എത്തേണ്ടത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എടുത്താൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അങ്ങോട്ട് എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. ദ വെരി ഫസ്റ്റ് തിങ് ഇസ്, ആദ്യത്തെ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് OET ആണ്. നിങ്ങൾ ഓൾറെഡി നേഴ്സസ് ആയതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി ഈ ഒരു കാര്യം OET-നെ പറ്റിയിട്ടും IELTS-നെ പറ്റിയിട്ടും എല്ലാം നിങ്ങൾ ഓൾറെഡി അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നവരുണ്ടാവും. ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തവരിൽ കുറച്ചു പേർക്കൊക്കെ ചിലപ്പോൾ ആ ഡീറ്റെയിൽസ് അറിയാത്തവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനിയും കുറച്ചും കൂടെ ഡൗട്ട്സ് ഉള്ളവരുണ്ടായിരിക്കാം. അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വെബിനാറോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3 കാറ്റഗറിയുടെ കാര്യം പറഞ്ഞു. ദ വെരി ഫസ്റ്റ് വൺ ഇസ് OET, then German, then IELTS.
ഇതില് മൂന്നിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് കോമൺ കാര്യങ്ങളുണ്ട്. ദ വെരി ഫസ്റ്റ് തിങ് ഇസ് കൺട്രീസ്. ഈ പ്രൊഫിഷ്യൻസി ടെസ്റ്റുകൾ എടുത്താൽ ഏതൊക്കെ കൺട്രീസിലേക്കാണ് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക? നെക്സ്റ്റ് തിങ്, ഇതിന്റെ ടെസ്റ്റ് പാറ്റേൺ എങ്ങനെയാണ്? എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി? എത്രയാണ് ഇതിന് കോസ്റ്റ് വരുന്നത്? വാട്ട് ഇസ് ദ കോസ്റ്റ്? എത്രയാണ് ഇതിന് മിനിമം സ്കോർ ചെയ്യേണ്ടത്? ആൻഡ് എവിടെയൊക്കെയാണ് ഇതിന്റെ ടെസ്റ്റ് സെന്റേഴ്സ് വരുന്നത്? ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള കുറെ ഡൗട്ട്സ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ 3 കാറ്റഗറിയിലും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. നമുക്ക് ഫസ്റ്റ് കാറ്റഗറി തന്നെ എടുക്കാം. OET ആണ്. OETനെ പറ്റിയിട്ട് കേൾക്കാത്ത നേഴ്സസ് ഉണ്ടാവില്ല അല്ലെ? കാരണം ഇതൊരു ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. ഫ്രം ദിസ് വേർഡ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് ഇത് എന്തിനോട് റിലേറ്റഡ് ആണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സം ഒക്യുപേഷൻ അല്ലെ, ഫോർ ഷുവർ. അത് എന്ത് ഓക്യുപേഷൻ ആണ്? അതൊരു ഹെൽത്ത് കെയർ സെക്ടർ ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് OET? ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്ത് പോവാന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാൾക്ക് മാത്രമേ നമുക്ക് OET പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗുണമുള്ളത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്ക് മാത്രമായിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ചെറിയൊരു ഹിസ്റ്ററിയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ OET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു നമ്മൾ വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ കേട്ടു തുടങ്ങിയത് ഈ അടുത്താണെങ്കിലും ഇതിന്റെ റിസർച്ച് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു 1980s. ഓക്കെ, മെൽബൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ടിം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ റിസർച്ച് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1980s. ആൻഡ് ഇറ്റ് ടുക്ക് ആക്ച്വലി 30 years, 30 വർഷത്തോളം ആക്ച്വലി ഇതിന്റെ റിസർച്ചും ഇതിന്റെ വാലിഡേഷനും ഇതിന്റെ ഇവാലുവേഷനും അസസ്മെന്റും എല്ലാം ഒരു 30 വർഷത്തോളം അത് കണ്ടിന്യൂ ചെയ്തു പോയി. എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റ് കൊണ്ട് ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു പ്രൊഫിഷ്യൻസി ലേബിളോടുകൂടി അല്ലെങ്കിൽ ഇവർ ഈ ഒരു ജോലിക്ക് ആപ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആവോ? ഈ ഒരു OET ടെസ്റ്റ് കൊണ്ട് അത് പോസിബിൾ ആണോ, നമുക്ക് അവരെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണോ എന്നുള്ളത് ആക്ച്വലി അസസ് ചെയ്തതാണ് ഈ ഒരു 30 years. ആ ഒരു 30 years കൊണ്ട് അവർക്ക് മനസ്സിലായി, ഓക്കെ, OET എന്തായാലും നമുക്ക് വളരെ ധൈര്യപൂർവ്വം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം അത് വെച്ചിട്ട് നമുക്ക് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ആളുകളുടെ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് 2013 ഇത് ആക്ച്വലി കേംബ്രിഡ്ജ് ബോക്സ് ഹിൽ ആക്ച്വലി ഇത് ഓൺ ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറഞ്ഞേ ഉള്ളൂ, OET എന്താണെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി. സോ OET ഈസ് ബേസിക്കലി എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ് മെന്റ് ഫോർ പീപ്പിൾ വിത്ത് മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അതാണ് അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി ഞാൻ പറഞ്ഞു ഇതിൽ നമ്മൾ കുറച്ച് ഓരോ കാറ്റഗറിയിലും വളരെ മൈന്യൂട്ട് ആണെന്ന് നമുക്ക് തോന്നിയാലും അല്ലെങ്കിൽ ഇറലവന്റ് ആണെന്ന് തോന്നിയാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എത്രയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്? OETയുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 and above ആണെങ്കിലും കൂടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓരോ കൺട്രീസിനും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ന്യൂസിലൻഡ് ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 40 years ആണ്. അപ്പോ ഇത് നമുക്ക് പലതിനും ഡിഫറെന്റ് ആണ് കേട്ടോ. പല ഇപ്പൊ OET വെച്ച് പോകുന്ന കൺട്രീസിൽ തന്നെ പല കൺട്രീസിലും ഡിഫറെന്റ് ഏജസ് ആണ്. 18 മുതൽ അബവ് വരെ നമുക്ക് OET ടെസ്റ്റ് എടുക്കാം. ഓക്കെ, ആൻഡ് എത്ര പ്രാവശ്യം ഒരു മന്തില് OET ടെസ്റ്റ് വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യമാണ് ഒരു മന്തില് OET ടെസ്റ്റ് വരുന്നത്. അതായത് ഒരു വർഷത്തിൽ 24 ടെസ്റ്റ് ആണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് ടെസ്റ്റ് സെന്റേഴ്സ്? നമ്മുടെ നാട്ടിലത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തൃശ്ശൂർ വരുന്നുണ്ട്, അങ്കമാലി വരുന്നുണ്ട്, എറണാകുളം, ദെൻ ഇടുക്കി, കാലിക്കറ്റ്, കോട്ടയം, വയനാട്, അങ്ങനെ അത്രയും ടെസ്റ്റ് സെന്റേഴ്സ് ആണ് ഏകദേശം അപ്രോക്സിമേറ്റ്ലി നമുക്ക് കേരളത്തിൽ വരുന്നത്. ഇനി എലിജിബിലിറ്റി, ഈ ഒരു OET എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ യു മസ്റ്റ് ബി എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ. അത് മസ്റ്റ് ആണ്. വേറെ ആരും ഇത് എഴുതിയിട്ട് അവർക്ക് അത് യൂസ്ഫുൾ ആവില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OET എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ആ ഒരു ജോലിനെ ബേസ് ചെയ്ത്, ആ ഒരു വർക്ക് എൻവയോൺമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മോഡ്യൂൾസ് ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ.
ഓക്കെ, സോ ഇതിന് നമുക്ക് രണ്ട് രീതിയിലുള്ള ടെസ്റ്റ്സ് ആണ് വരുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ബേസ്ഡ് ടെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ബേസ്ഡ് ടെസ്റ്റ് എടുക്കാം. അതേപോലെ തന്നെ ഇതിന്റെ എക്സാം ഫീ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അറൌണ്ട് 32,000. ഓക്കെ, ഇത്രയാണ് നമുക്ക് OETയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിന്റെ ഏജ് ലിമിറ്റ്, അതിന്റെ എലിജിബിലിറ്റി, ടെസ്റ്റ് മോഡ്, ടെസ്റ്റ് ഫ്രീക്വൻസി, ടെസ്റ്റ് സെന്റേഴ്സ് ആൻഡ് എക്സാം ഫീ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2013 വരെ ഒരു 30 ഇയേഴ്സോളം ഇതിന്റെ അസസ്മെന്റും ബാക്കി കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. 2013 ഇത് ഓൺ ചെയ്തത്, അല്ലെങ്കിൽ അവിടെ നിന്ന് മുതൽ ഇത് മാനേജ് ചെയ്യുന്നത് കേംബ്രിഡ്ജ് ബോക്സ് ഹിൽ ലാംഗ്വേജ് അസസ്മെന്റ് യൂണിറ്റ് ട്രസ്റ്റ് ആണ്. ഇത് ആക്ച്വലി കേംബ്രിഡ്ജ് ഇംഗ്ലീഷും അതേപോലെ തന്നെ ബോക്സ് ഹിൽ ഇൻസ്റ്റിറ്റ്യൂട്ടും തമ്മിലുള്ള ഒരു സംരംഭമാണ്. ഇറ്റ്സ് എ വെഞ്ചർ ബിറ്റ്വീൻ കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ആൻഡ് ബോക്സ് ഹിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, ഇത് വളരെ ബേസിക്സ് ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതൊന്നുമല്ല. പക്ഷേ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ തൊട്ടേ നമ്മൾ മനസ്സിലാക്കി വരണം എന്താണ് ഈ ഒരു പ്രൊഫഷ്യൻസി ടെസ്റ്റ് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇത് ക്വാളിഫൈ ആയിട്ട് കാര്യമുള്ളൂ. അത് ഏതൊക്കെ വിഭാഗങ്ങളാണ്, ഏതൊക്കെ കാറ്റഗറീസിനാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്? ഏകദേശം ഒരു 12 OET ആക്സെപ്റ്റിംഗ് പ്രൊഫഷൻസ് ആണ് ഉള്ളത്. ഡെന്റിസ്ട്രി, ഡയറ്ററ്റിക്സ്, മെഡിസിൻ, നഴ്സിംഗ്, ഓഫ് കോഴ്സ് നഴ്സിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നതാണ്, ബിക്കോസ് ആ ലിസ്റ്റിൽ നഴ്സിംഗ് ഉണ്ട്. ഓക്യുപേഷണൽ തെറപ്പി, ഓപ്റ്റോമെട്രി, ഫാർമസി, ഫിസിയോതെറാപ്പി, പോഡിയാട്രി, റേഡിയോഗ്രഫി, സ്പീച്ച് പാത്തോളജി ആൻഡ് വെറ്റിനറി സയൻസ്. ഇത്രയും 12 OET ആക്സെപ്റ്റിംഗ് പ്രൊഫഷൻസ് ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, ഓവറോൾ വേൾഡ്. ഇനി ഏതൊക്കെ കൺട്രീസിലേക്കാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് OET വെച്ചിട്ട്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുക. കാരണം നിങ്ങൾ പലർക്കുള്ള പ്രിഫറൻസ് എന്ന് പറയുന്നത്, കൺട്രി പ്രിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പോ അതില് നമുക്ക് നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഓസ്ട്രേലിയ, അയർലൻഡ്, നമീബിയ, ന്യൂസിലൻഡ്, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, സ്പെയിൻ, UK, UAE, യുക്രൈൻ ആൻഡ് USA. ഓക്കെ, അപ്പൊ ഇത്രയും കൺട്രീസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. നൗ നമുക്ക് OETയുടെ ഒരു അസസ്മെന്റ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമുക്കറിയാം ഏതൊരു ഭാഷ എന്ന് പറഞ്ഞാലും അതിന്റെ പ്രൊഫഷ്യൻസി തെളിയിക്കുന്നത് 4 കാര്യങ്ങളിലൂടെയാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മലയാളം നന്നായി അറിയാം എന്ന് പറയണം എന്നുണ്ടെങ്കിൽ 4 ഏരിയകളിൽ നമ്മളത് പ്രൊഫഷ്യന്റ് ആണ് എന്നുള്ളത് തെളിയിക്കണം. ഒന്ന്, എനിക്കത് കേട്ടാൽ മനസ്സിലാവണം, എനിക്കത് വായിക്കാൻ സാധിക്കണം, എനിക്കത് എഴുതാൻ സാധിക്കണം, എനിക്കത് ആ ഒരു ഭാഷ സംസാരിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ആ ഒരു ഭാഷയിൽ പ്രൊഫഷ്യന്റ് ആണ് എന്ന് എനിക്ക് തെളിയിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ഇതേപോലെ തന്നെയാണ് ഏതൊരു ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റിലും വരുന്നത്. ഇപ്പൊ അത് OET ആയിക്കോട്ടെ, അതല്ല നമുക്കിപ്പോ IELTS ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ജർമ്മൻ ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് ഈ ഒരു 4 ഏരിയയിൽ നമ്മുടെ ആ ഒരു കഴിവ് നമ്മൾ തെളിയിച്ചേ പറ്റൂ. OETയിലും ഇതേപോലെ തന്നെ നമുക്ക് 4 മോഡ്യൂൾസ് ആണ് വരുന്നത്. വെരി ഫസ്റ്റ് വൺ ഈസ് ലിസണിങ്, റീഡിങ്, then writing, speaking. ഇങ്ങനെ 4 മോഡ്യൂൾസ് ആണ് വരുന്നത്. ഇത് നിങ്ങളുടെ ഒരു അസസ്മെന്റ് സ്ട്രക്ചർ ആണ്. എത്ര ടൈം ആണ് ഓരോ മോഡ്യൂളിനും വരിക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലിസണിങ്ങിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 45 മിനിറ്റ്സും, റീഡിങ്ങിന് നിങ്ങൾക്ക് ഒരു 60 മിനിറ്റ്സും, റൈറ്റിങ്ങിന് 45 മിനിറ്റ്സും, അതേപോലെ തന്നെ സ്പീക്കിങ്ങിന് 20 മിനിറ്റ്സും ആണ് നിങ്ങൾക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ടൈമിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ നമ്മുടെ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ടെസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി ഇതിന്റെ ഗ്രേഡിംഗ് സ്കെയിൽ നമുക്ക് അറിയണ്ടേ? അഫ്കോഴ്സ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്ക് തന്നെയായിരിക്കും അല്ലെ? അപ്പൊ മാർക്ക് അറിയണ്ടേ? മാർക്ക് അറിയാനായിട്ട് സാധാരണ നമ്മൾ ഒരു ന്യൂമറിക് ആ വാല്യൂലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കോർ ചെയ്യുന്നത് അല്ലെ? പക്ഷേ ഈ ഒരു OET എന്ന് പറയുന്നത് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ആണ്. നമുക്ക് A മുതൽ E വരെയാണ് ആക്ച്വലി എന്ത് വരുന്നത്, ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. A, B, C+, C,
ഡി ആൻഡ് ഇ. ഇതിന്റെ മാർക്സ് വരുന്നത് 0 മുതൽ 500 വരെയാണ്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 0 to 90 വരെയുള്ള മാർക്സ് ഇയിലാണ് വരിക. 100 to 190 വരെയുള്ള മാർക്സ് ഡി എന്ന കാറ്റഗറിയിലാണ് വരിക. 200 to 290 എന്ന് പറയുന്നത് സി എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. 300 to 340 എന്ന് പറയുന്നത് സി പ്ലസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. 350 to 440 എന്ന് പറയുന്നത് ബി എന്ന കാറ്റഗറിയിലാണ്. ആൻഡ് 450 to 500 എന്ന് പറയുന്നത് എ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. സോ നഴ്സസിന് ഇതിൽ ഏത് ഗ്രേഡ് ആണ് വേണ്ടത്? നഴ്സസിന് ബി ഗ്രേഡ് ആണ് വേണ്ടത്. 350 to 440 ആണ് നമുക്ക് റേഞ്ച് കിട്ടേണ്ടത്. എന്നാൽ മാത്രമാണ് ആ ഒരു നഴ്സ്, ആ ഒരു ജോബിൽ, ആ ഒരു പ്രൊഫഷനിലുള്ള ആള് അതിന് കേപ്പബിൾ ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, യാ, ദാറ്റ്സ് ഓൾ അബൌട്ട് ആക്ച്വലി OET. ആൻഡ് വി ഹാവ് വിഷ്ണു സർ, നമ്മളുടെ OET ഫാക്കൽറ്റി ആണ്. നിങ്ങൾക്ക് ഈ ഒരു OET-നെ പറ്റിയിട്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വിഷ്ണു സാറിന് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. സർ ആണ് OET-യുടെ ക്ലാസ്സസ് എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ട്രിക്സ് ആൻഡ് ടിപ്സ്, വളരെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ഇപ്പോൾ OET എന്ന് പറയുന്നത് എത്രത്തോളം ഈസി ആയിട്ട് എടുക്കാം എന്നുള്ളതും അതിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വിഷ്ണു സാർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. I welcome Vishnu, our OET faculty, to this webinar. Over to you, sir. Okay, thank you, ma'am. അപ്പം OET-യുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാം പറഞ്ഞു കഴിഞ്ഞു. എക്സാം നിങ്ങൾക്ക് ഇപ്പം നഴ്സസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് നിങ്ങൾക്ക് IELTS അക്കാഡമിക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷനാണ് നിങ്ങൾക്ക് OET എന്ന് പറയുന്ന ഒരു പാത്വേ. ഈ OET എക്സാം കൺസിഡർ ചെയ്യുന്ന നഴ്സസിന് കുറച്ച് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് പോയിന്റ്സ് നമുക്കിപ്പം ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ IELTS ആയിട്ട് കമ്പയർ ചെയ്തിട്ടായിരിക്കും പറയാൻ പോകുന്നത്. ഞാൻ ചെറിയൊരു PDF ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. OET എക്സാം കൺസിഡർ ചെയ്യുന്നവർക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങളുടെ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് വരിക എന്നുള്ളത് എനിക്ക് ഈ ഒരു കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഞാനിത് കുറച്ച് പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എക്സ്പ്ലിസിറ്റ്ലി നെഗറ്റീവ്സ് ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറച്ചൊരു ഡിസഡ്വാൻറ്റേജസ് വേണമെങ്കിൽ പറയാവുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പം എക്സാം എഴുതുന്നതിന് മുന്നേ നിങ്ങൾ കൺസിഡർ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് അതിന്റെ പോസിറ്റീവ്സിലേക്ക് തന്നെ പോവാം. അപ്പം പോസിറ്റീവ്സിലേക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫെമിലിയാരിറ്റിയാണ്. അതായത് മാം നേരത്തെ പറഞ്ഞു OET എന്ന് പറയുന്നത് ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്. എസ്പെഷ്യലി നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽസിനാണ് അത് സ്യൂട്ടഡ് ആയിട്ട് വരുന്നത്. ഇപ്പം കമ്പയറിംഗ് ടു IELTS പറയുകയാണെങ്കിൽ IELTS എന്ന് പറയുന്നതും OET എന്ന് പറയുന്നതും ഇംഗ്ലീഷ് അസസ്മെന്റ് ടെസ്റ്റുകൾ തന്നെയാണ്. പക്ഷെ അവിടെയാണ് അതിന്റെ സിമിലാരിറ്റീസ് എൻഡ് ചെയ്യുന്നത്. പിന്നെ ഡിഫറൻസസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു IELTS നമുക്കിപ്പം ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും വരാം ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ആയിട്ട്. സോ ലെറ്റ്സ് സേ പാസേജസ് വരും, അതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് പാസേജസിൽ നോക്കി നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS എന്ന് പറയുമ്പോൾ ഭയങ്കര വൈഡ് വെറൈറ്റി ഓഫ് ടോപ്പിക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഏതുവാം, അതായത് ഹിസ്റ്ററി ആവാം, ജിയോഗ്രഫി ആവാം, സോഷ്യൽ സയൻസ് ആവാം. അപ്പം പല ഫീൽഡുകളിൽ നിന്നുള്ള ആർട്ടിക്കിൾസും ജേർണൽസും ഒക്കെയാണ് IELTS വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ഫെമിലിയർ അല്ലാത്ത ഒരു ടോപ്പിക് വരികയാണെങ്കിൽ അതിൽ നമുക്കൊന്ന് വായിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാവും. പക്ഷേ ഇഫ് യു ആർ എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആ ഒരു സിറ്റുവേഷനിൽ അപ്പം ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും. അതായത് നമുക്ക് വരുന്ന ടോപ്പിക്സ് എല്ലാം ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടായിരിക്കും വരിക. അപ്പം മെഡിക്കൽ ടോപ്പിക്സ് ആയിരിക്കും. വെൻ ഇറ്റ് കംസ് ടു ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ ടോപ്പിക്സും മെഡിക്കൽ ടോപ്പിക്സ് ആയിരിക്കും. അത് ചിലപ്പം ഡിസീസ് കണ്ടീഷൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആർട്ടിക്കിൾസ്, ജേർണൽസ്, അതുപോലെയുള്ള മാഗസിൻസിലൊക്കെ വരുന്ന പല എക്സ്ട്രാക്റ്റുകളായിരിക്കും. അതായത് റിയൽ ലൈഫ് എക്സ്ട്രാക്റ്റുകളായിരിക്കും OET-ൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ, അതുപോലെ തന്നെ കേൾക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ലിസണിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരു പേഷ്യന്റും ഒരു ഡോക്ടറും, അല്ലെങ്കിൽ ഒരു പേഷ്യന്റും ഒരു നഴ്സും, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു മോണലോഗ് ഒക്കെ ആയിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് ഓവറോൾ കുറച്ചും കൂടെ ഫെമിലിയർ ആയിരിക്കും ഈ പറഞ്ഞ ടോപ്പിക്സ്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ടേക്കിംഗ് OET.
Okay. And then coming to the next point, that is related to the first point. അതായത് ഇപ്പൊ നമ്മൾ മെഡിക്കൽ നോളജ് ആയിരിക്കും അല്ലെങ്കിൽ മെഡിക്കൽ ടോപ്പിക്സ് ആയിരിക്കും വരിക എന്ന് പറഞ്ഞു. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതൊന്നും മെമ്മറൈസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മെഡിക്കൽ പ്രൊഫഷണൽസ് ആയതുകൊണ്ട് മെഡിക്കൽ നോളജ് വേണ്ടി വരും എന്ന് പറയുന്നത് ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ ഇപ്പം നമ്മളിപ്പം ലാബ് വാല്യൂസോ അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻസോ ഒന്നും മെമ്മറൈസ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് ആണ്, ഒരു ഇംഗ്ലീഷ് അസസ്മെന്റ് ടെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പം പഠിച്ചു കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി അപ്പൊ എനിക്ക് ടച്ച് ഇല്ല, അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം വരുന്ന പാസേജസ് വായിച്ചു നോക്കി അതിനകത്തുള്ള ആൻസർ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഉള്ള ആൻസേഴ്സ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഒന്നും മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ലിസണിങ്ങിലാണെങ്കിൽ അത് കേൾക്കുന്ന കാര്യം അതേപോലെ തന്നെ നമ്മൾ ആൻസർ ആയിട്ട് അവിടെ മാർക്ക് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം മെമ്മറൈസേഷൻ്റെ ആവശ്യം വരുന്നില്ല. ആൻഡ് ദെൻ ദ തേർഡ് പോയിന്റ് which has to do with speaking. അപ്പം സ്പീക്കിംഗിലേക്ക് വരുന്ന സമയത്ത് അഗൈൻ ദർ ആർ കമ്പാരിസൺസ് വിത്ത് IELTS. അപ്പം IELTS സ്പീക്കിംഗ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പോയിന്റ്സ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് വേണം സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിനർ ആയിരിക്കും അത് ചോദിക്കുന്നത്. എക്സാമിനർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പീക്കിങ്ങിനെ അസസ് ചെയ്യുന്ന ആളായിരിക്കും, അയാളാണ് മാർക്ക് ഇടുന്നത്. മാർക്ക് ഇടുന്ന അതേ ഒരു പേഴ്സണിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ അവർ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്തരം നമ്മൾ തന്നെ പറയാം. വേറാസ് നമ്മൾ OET സ്പീക്കിങ്ങിലേക്ക് വരുമ്പോഴേക്കും അതൊരു റോൾ പ്ലേ സെനാറിയാണ്. അപ്പം നിങ്ങൾ നഴ്സസ് ആയതുകൊണ്ട് നഴ്സസിന്റെ റോൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു പേഷ്യന്റിനോടോ അല്ലെങ്കിൽ പേഷ്യന്റ് ഒരു ബൈസ്റ്റാൻഡറോടോ ഒക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അഗൈൻ സംസാരിക്കേണ്ടത് എന്താണ്, സിറ്റുവേഷൻ എന്താണ്, ഓരോ ഡയലോഗിലും നമ്മൾ പറയേണ്ട പോയിന്റ്സ് എന്താണ് എന്നുള്ളതെല്ലാം നമുക്കൊരു സ്ക്രിപ്റ്റ് പോലെ ഒരു റോൾ പ്ലേ കാർഡ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ 2 റോൾ പ്ലേ കാർഡ്സ് ഉണ്ടാവും. നമ്മുടെ കാൻഡിഡേറ്റ് പറയേണ്ട പോയിന്റ്സ് എന്താണ്, ഓരോ സിറ്റുവേഷനിലും അവരോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതെല്ലാം നോട്ട് ഫോംസിൽ അവർ തരും. അതായത് എൻറ്റയർ സെന്റൻസസ് ഉണ്ടാവില്ല, പക്ഷെ എന്ത് പോയിന്റ് ആണ് ഇവിടെ പറയേണ്ടത് എന്നുള്ളത് നോട്ട് ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നോക്കി നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി. അപ്പം ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എവറി പോയിന്റ് വിൽ ബി ഗിവൻ. അതുപോലെ നമുക്ക് കുറച്ചും കൂടി ഒരു റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം OET-ലേക്ക് വരുമ്പോൾ നമ്മൾ സ്പീക്ക് ചെയ്യുന്നത് ഒരു ഇന്റർലോക്യൂട്ടറിനോടാണ്. അതായത് ഇതൊരു ഡയലോഗാണ്. അപ്പം ഒരു നഴ്സിന്റെ റോൾ നിങ്ങൾ തന്നെയായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു പേഷ്യന്റിനോടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യന്റ് ബൈസ്റ്റാൻഡറോടാണ് സംസാരിക്കുന്നതെങ്കിൽ ആ ഒരു റോൾ അസ്യൂം ചെയ്യാനായിട്ട് വേറെ ഒരാളുണ്ടാവും, അയാളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് കോൺവെർസേഷൻ ആയിരിക്കും. ഈ ഇന്റർലോക്യൂട്ടർ എന്നാണ് അവർ പറയാം. ഇന്റർലോക്യൂട്ടർ ആയിരിക്കില്ല നിങ്ങളുടെ എക്സാമിന് മാർക്ക് ഇടുന്നത്. അപ്പം സ്പീക്കിങ്ങിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സാമിനറിനോടല്ല സംസാരിക്കുന്നത്, ഇന്റർലോക്യൂട്ടർ എന്ന് പറഞ്ഞ ആളോടാണ്. അപ്പം നിങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ഓഡിയോ റെക്കോർഡഡ് ആയിരിക്കും. ആ ഓഡിയോ പിന്നെ വേറൊരു എക്സാമിനറാണ് അസസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി റിലാക്സ് ആയിട്ട് ഇരിക്കാൻ, കാരണം നമ്മൾ സംസാരിക്കുന്ന ആള് അല്ല നമ്മൾ മാർക്ക് ഇടുന്നത്, അയാൾ ജസ്റ്റ് ഒരു അസിസ്റ്റൻസിന് വേണ്ടി മാത്രമാണ്. അപ്പം കുറച്ചും കൂടി ആൻഷ്യസ് ആവേണ്ട ഒരു റീസൺ ഇല്ല. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ് വരുന്നത് റൈറ്റിംഗിലാണ്. റൈറ്റിംഗിലാണെങ്കിലും കേസ് നോട്ട് ബേസ്ഡ് ആയിട്ടുള്ള റൈറ്റിംഗ് ആയിരിക്കും. കേസ് നോട്ട് എന്താണെന്നുള്ളതൊക്കെ നഴ്സസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ചാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു ഇൻഫർമേഷൻ ഒക്കെയുള്ള ഡോക്യുമെന്റ് ആണ് കേസ് നോട്ട് എന്ന് പറയുന്നത്. അഗൈൻ വീണ്ടും നമ്മൾ IELTS ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം IELTS-ലാണെങ്കിൽ നമുക്ക് ഒരു എസ്സേ വരികയാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കൊരു ടോപ്പിക് വരും, ആ ടോപ്പിക്കിനെ പറ്റിയുള്ള എസ്സേ എല്ലാം നമ്മൾ തന്നെയാണ് പോയിന്റ്സ് കണ്ടുപിടിച്ച് എഴുതുന്നത്. വേറാസ് നമ്മുടെ OET-ലേക്ക് വരികയാണെങ്കിൽ കേസ് നോട്ട് ബേസ്ഡ് ആയിരിക്കും. അപ്പം പേഷ്യന്റ് എല്ലാ ഡീറ്റെയിൽസും, നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ ഡീറ്റെയിൽസും, കൊടുത്ത മെഡിസിൻസിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പേഷ്യന്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു, അതുപോലെ തന്നെ ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ് നമ്മുടെ OET-ൽ വരുന്നത്. അപ്പൊ ഈ ലെറ്റർ ആർക്കാണ് എഴുതുന്നത്, അതൊരു ഹെമറ്റോളജിസ്റ്റിനാണോ അതോ വേറൊരു നഴ്സിനാണോ, ഒരു ഹെഡ് നഴ്സിനാണോ എഴുതുന്നത്, അതല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കറിനാണോ എഴുതുന്നത്, എന്തിനാണ് എഴുതുന്നത്, ആ റീസൺസും അതുപോലെ തന്നെ സിറ്റുവേഷൻ എല്ലാ കാര്യങ്ങളും കേസ് നോട്ട്സിനകത്ത് ഉണ്ടാവും. അപ്പം അത് അഗൈൻ സ്പീക്കിങ്ങിനെ പോലെ തന്നെ എൻറ്റയർ സെന്റൻസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ, നിങ്ങൾ കേസ് നോട്ട്സ് ഒക്കെ എഴുതുന്ന സമയത്ത് പലപ്പോഴും മാർക്ക് ചെയ്ത് പോവായിരിക്കും ചെയ്യുക. അപ്പം അതുപോലെ തന്നെ നോട്ട് ഫോംസിലായിരിക്കും ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. അഗൈൻ ആ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങളുടെ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് അസിസ്റ്റൻസ് ഉണ്ട് സ്പീക്കിങ്ങിലും അതുപോലെ തന്നെ റൈറ്റിങ്ങിലും. പിന്നെ ഫൈനലി നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് വേണ്ട ഒരു സ്കോറിലേക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്.
അഗൈൻ നമ്മൾ IELTS-ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ആസ് ഓഫ് നൗ നമ്മളൊരു എക്സാം എഴുതി IELTS എക്സാം എഴുതി കഴിഞ്ഞാൽ ഇൻ കേസ് ലെറ്റ്സ് നമുക്ക് ഡിസൈഡ് ആയിട്ട് ഒരു സ്കോർ കിട്ടിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും 4 മൊഡ്യൂൾസ് വീണ്ടും അറ്റംപ്റ്റ് ചെയ്യണം. അതായത് ക്ലബിംഗ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഇപ്പം സോഫാർ വന്നിട്ടില്ല. വേറെ നമുക്കിപ്പം UK-യിലേക്ക് നോക്കുന്ന നഴ്സസിനാണെങ്കിൽ വൺസ് ഒരു എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലബിങ്ങിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ മാർക്ക് കുറവാണെങ്കിൽ നമ്മൾ അടുത്ത തവണ എക്സാം എഴുതുമ്പോൾ എഗെയിൻ 4 മൊഡ്യൂൾ ഒരുമിച്ച് എഴുതണം. പക്ഷേ 2 എക്സാമിന്റെയും കൂടെ സ്കോർസ് നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് അതിൽ ഏതാണോ ബെറ്റർ അത് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇപ്പം UK-യിലേക്ക് സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്ലബിംഗ് സ്കോർ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്വയർഡ് സ്കോർ B ആണ് അല്ലെ എല്ലാ മൊഡ്യൂളും. അപ്പം ഇൻ കേസ് C+ കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് B ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം UK-യിലേക്ക് നോക്കുകയാണെങ്കിൽ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ് ഈ 3 മൊഡ്യൂളും നിങ്ങൾക്ക് C+ വരെ പോകാം. C+ വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തവണ എക്സാം എഴുതുമ്പോൾ ഇപ്പം B ഗ്രേഡ് കിട്ടുകയാണെങ്കിൽ പിന്നെ ആ ഒരു B ഗ്രേഡ് ആയിരിക്കും കൺസിഡർ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റിംഗിൽ C വരെ നമുക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് UK-യിലേക്ക് മാത്രമാണ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന അയർലൻഡ് ആണ്. അയർലൻഡിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ C+ ആണെങ്കിലും അവർ കൺസിഡർ ചെയ്യും. അത് ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ C+ ആണെങ്കിൽ ഓക്കെ ആണ്. ബാക്കി 3 മൊഡ്യൂൾസിലും നമുക്ക് B ഗ്രേഡ് അച്ചീവ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വരുന്നത് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, ഒരു ന്യൂസിലാൻഡിന്റെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ന്യൂസിലാൻഡിലേക്ക് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളാണ് ഇപ്പം നമുക്ക് റിക്വയർഡ് സ്കോർ കിട്ടാത്തത് അല്ലെങ്കിൽ റിക്വയർഡ് ഗ്രേഡ് കിട്ടാത്തതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മൊഡ്യൂൾ മാത്രമായിട്ട് ഒന്നുകൂടെ റീഅപ്പിയർ ചെയ്യാവുന്നതാണ്. ലിസണിങ് ആണെങ്കിൽ ലിസണിങ് മാത്രം സബ്സിക്വന്റ് അറ്റംപ്റ്റിൽ ലിസണിങ് മാത്രം ബുക്ക് ചെയ്ത് എഴുതിയാൽ മതി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഒരു നമ്മുടെ ആവശ്യമുള്ള സ്കോർ കിട്ടാനായിട്ട് കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി OET-യിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ട്. ഇനിയിപ്പോൾ അതിന്റെ കുറച്ച് നെഗറ്റീവ് ആസ്പെക്ട്സ്, നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് വൺ ഇതിന്റെ ഫീസ് കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മാം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 32,000, യെസ് ക്ലോസ് ടു 32, അത് ചിലപ്പോൾ 34,000 വരെ ബാക്കി സർവീസ് ചാർജസ് എല്ലാം കൂടി ആകുമ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഉള്ള കറന്റ് ഫീസ്. അത് ഡെയിലി ചെറിയ വേരിയേഷൻ ഉണ്ടാവും. നമ്മുടെ ഓസ്ട്രേലിയൻ ഡോളർ വേരി ചെയ്യുന്നതിനനുസരിച്ചാണ് വരുന്നത്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ക്ലോസ് ടു 33,000 ആ ഒരു റേഞ്ചിലാണ് ഇപ്പം എക്സാം ഫീസ് എന്ന് പറയുന്നത്. പിന്നെ റീവാലുവേഷൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പം റിക്വയർഡ് സ്കോർ കിട്ടിയില്ല, പക്ഷെ നിങ്ങൾ കോൺഫിഡന്റ് ആണ്, നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ആ ഒരു മൊഡ്യൂളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കോർ കിട്ടിയില്ല, ഒന്നുകൂടെ ഇവാലുവേഷന് കൊടുക്കണമെങ്കിൽ ഓൾമോസ്റ്റ് 7,000 ആണ് വരുന്നത് ഓരോ മൊഡ്യൂളിനും. പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മളിപ്പോൾ ഇൻ കേസ് എക്സാം ഡേറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എന്തെങ്കിലും ഒരു മെഡിക്കൽ ആയിട്ടുള്ള റീസണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കാരണം നമുക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 8,000 to 12,000 ആണ് കോസ്റ്റ് വരുന്നത്. നമ്മുടെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡേറ്റിലേക്ക് ആണെങ്കിൽ 8,000 മതി. അതല്ല ബുക്കിംഗ് ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഡേറ്റിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യണമെങ്കിൽ 12,000 ആണ് അറൗണ്ട് വരുന്നത്. സോ അതാണ് OET-യിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. റിലേറ്റീവ്ലി കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് ഹയർ ഗ്രേഡ്സ് ആണ് ആവശ്യമുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ B ഗ്രേഡ് എന്ന് പറയുമ്പോൾ IELTS-ൽ ഒരു 7 to 7.5 ബാൻഡ് ആണ് അതിന്റെ ഇക്വലന്റ് ആയിട്ട് വരുന്നത്. അപ്പം ഹൈ ഗ്രേഡ് ആണെന്നുള്ളത് നമുക്ക് OET-യിൽ മാത്രമല്ല, ഇപ്പം ഇൻ കേസ് നിങ്ങൾ IELTS ചൂസ് ചെയ്യുകയാണെങ്കിലും IELTS-നും നഴ്സസിന് ഒരു ക്ലോസ് ടു 7 തന്നെ വേണം ബാൻഡ് സ്കോർ. അപ്പം ഹയർ ഗ്രേഡ് എന്ന് പറയുന്നത് OET-യുടെ മാത്രം ഒരു റിക്വയർമെന്റ് അല്ല, ഓവറോൾ നഴ്സസിനുള്ള ഒരു റിക്വയർമെന്റ് ആണ് ഈ B ഗ്രേഡ് അല്ലെങ്കിൽ 7 to 7.5 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നേരത്തെ പറഞ്ഞു സ്പീക്കിങ്ങും റൈറ്റിങ്ങും ചില ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് IELTS-ലൊന്നും ഇല്ലാത്ത കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയാസും കൂടി ഫുൾഫിൽ ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അതുപോലെ തന്നെ റൈറ്റിങ്ങിലും കുറച്ച് ക്രൈറ്റീരിയാസ് അഡീഷണൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ക്രൈറ്റീരിയാസ് അത് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞു ചിലപ്പോൾ ഒരു പേഷ്യന്റിനോടായിരിക്കാം സംസാരിക്കുന്നത്. അപ്പം ആ പേഷ്യന്റ് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അപ്പം നിങ്ങളുടെ ലാംഗ്വേജ് മാത്രമല്ല നോക്കുന്നത്, പേഷ്യന്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് ആ പേഷ്യന്റ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പേഷ്യന്റിനോട് നിങ്ങൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ പേഷ്യന്റിന് മനസ്സിലായി, പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ. പിന്നെ നിങ്ങൾ പൊളൈറ്റ് ആയിട്ടാണോ സംസാരിക്കുന്നത്, ഫോർമൽ ആയിട്ടാണോ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പേഷ്യന്റിനോട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രീതിയുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു എൻ സ്റ്റേജ് ക്യാൻസർ പേഷ്യന്റിനോട് നമ്മൾ സംസാരിക്കുന്നത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടോണിലായിരിക്കും. പക്ഷെ ഇപ്പം ഹോസ്പിറ്റലൈസ്ഡ് ആയി
ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് പേഷ്യന്റ് ബെറ്റർ ആയി ഇപ്പൊ ഡിസ്ചാർജ് ആവാൻ പോകുന്ന പേഷ്യന്റിനോട് നമുക്ക് കുറച്ചും കൂടി ചെയർഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കും. അതേ ഒരു ടോണ് നമുക്കൊരു ക്യാൻസർ പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. കുറെയൊക്കെ കോമൺ സെൻസ് ആണ്, പക്ഷെ അതിനൊക്കെ ഓരോ ക്രൈറ്റീരിയയുടെ ബേസിസിലേക്ക് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഫുൾഫിൽ ചെയ്യണം. പിന്നെ റൈറ്റിംഗിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു കേസ് നോട്ട്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. പക്ഷെ അപ്പോഴും ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ആയിട്ട് നമ്മൾ കേസ് നോട്ട്സ് സെലക്ട് ചെയ്യും. അതായത് നമുക്ക് അതിനകത്തുള്ള എല്ലാ പോയിന്റ്സും എഴുതേണ്ട ആവശ്യമില്ല. ഡിപ്പെൻസ് ഓൺ ദ റീഡർ. ഇപ്പൊ നമ്മളൊരു സൈക്കോളജിന് എഴുതുന്ന ഡീറ്റെയിൽസ് ആയിരിക്കില്ല ഒരു സോഷ്യൽ വർക്കറിന് എഴുതുന്നതായിരിക്കില്ല ഒരു ഹെപ്പറ്റോളജിസ്റ്റ്. സോ ഡിപ്പെൻസ് ഓൺ ദാറ്റ്. അത് നിങ്ങൾക്ക് ഓൾറെഡി വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അത് എളുപ്പം നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ. ആൻഡ് ദെൻ ഫൈനലി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് OET എക്സാമിന് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറില്ല. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാം എങ്ങനെ എഴുതി, ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് റിക്വയർഡ് സ്കോറിലും താങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് താങ്ങത്, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ റൈറ്റിംഗിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പോയിന്റ്സ് കിട്ടും എന്നുള്ള ഒരു എക്സാമിനറിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾക്ക് OET എക്സാം കിട്ടുക. അത് IELTS-ലാണ് വരുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് OET എക്സാം നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഏകദേശം OET എക്സാമിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.